തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സെക്ഷൻ ഓഫീസർ ചമഞ്ഞാണ് ശ്രീതു പണം വാങ്ങിയതെന്നും SP സുദർശൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവര് പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കോടതിയിൽ ഹാജരാക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. ത്തോളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. വ്യാജരേഖ എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈവറായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അവർ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ സീലടിച്ചിട്ട് ഒപ്പിട്ടുള്ളത്. MT പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, 10 പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നതിന്റെ തെളിവുകളടക്കം പോലീസിന് ലഭിച്ചുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, തീർച്ചയായും 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അവ്യക്തത തുടരുന്നതിനിടെയാണ് സാമ്പത്തിക തട്ടിപ്പിൽ ഈ കുഞ്ഞിന്റെ മാതാവ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. അല്പസമയം മുമ്പാണ് ഈ ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി SP സുദർശൻ അറിയിച്ചിരിക്കുന്നത്. ഈ ബാലരാമപുരം സ്വദേശിയായ ഷിജു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷം രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്ന കാര്യം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. ഈ ഡ്രൈവർ നിയമനത്തിനായാണ് 10 ലക്ഷം രൂപ ഈ പരാതിക്കാരിൽ നിന്ന് ശ്രീതു തട്ടിയെടുത്തത്. ഈ മാത്രമല്ല, ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, വ്യാജരേഖ ചമച്ചായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് എന്നതാണ്. സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ പ്രത്യേക സീല് പതിക്കുകയും ഒപ്പിടുകയും ചെയ്ത ഒരു നിയമന ഉത്തരവ് ഈ പരാതിക്കാരന് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് ഈ നൽകിയ പൈസ നഷ്ടപ്പെടുകയും ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചത്. അല്പസമയത്തിനകം തന്നെ ശ്രീതുവിനെ ഈ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ശ്രീതു ഉള്ളത് ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവ്യക്തത തുടരുന്നതിനിടെയാണ് ഇപ്പോൾ സാമ്പത്തിക